നമ്മോടൊപ്പം ഇപ്പോൾ പി ചിത്തരഞ്ജൻ MLA കൂടി ഉണ്ട്. ഒരു രാജ്യ തലസ്ഥാനത്ത് ഒരു സമരം നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കടൽ മണൽ ഖനനം എന്ന് പറയുന്നത് നമുക്കറിയാം, കൊല്ലം ഉൾപ്പെടെ വലിയ മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുകയും തീരദേശവാസികളെല്ലാം തന്നെയും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു നീക്കം കൂടിയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ സമരമാർഗം എങ്ങനെയാണ്? കടൽ മണൽ ഖനനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ വിവിധങ്ങളായ ക്യാമ്പയിനുകൾ ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. നിരവധി സെമിനാറുകൾ, അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന അഭിപ്രായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാരിസ്ഥിതിക പഠനം പോലും നടത്താതെ ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോയാലുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പണിമുടക്കിക്കൊണ്ട് ഹർത്താൽ ആചരിച്ചു. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ പല സമരമാർഗങ്ങളും വിവിധ സംഘടനകൾ നടത്തി. ഇതിനെല്ലാം ശേഷമാണ് നമ്മളിപ്പോൾ പാർലമെൻറ്റിന് മുന്നിലേക്കൊരു മാർച്ചിലേക്ക് എത്തുന്നത്. പക്ഷേ രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ മറുപടി നിരാശാജനകമാണ്. അവർ പറയുന്നത് ഖനന പ്രക്രിയയുമായി മുന്നോട്ട് പോകും, മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ നഷ്ടത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ്. അങ്ങനെ ഒരു നഷ്ടപരിഹാരമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കി നടപടി തന്നെ പിൻവലിക്കുവാൻ തയ്യാറാകണമെന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിക്കുന്ന നിലയിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത്, ഇതിൻ്റെ പഠനം നടത്തുന്നതിന് വേണ്ടി ഈ കരാർ ആർക്കാണോ ആ കമ്പനിക്കാർ പാരിസ്ഥിതിക പഠനം നടത്തും എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ കയ്യിൽ കോഴിയെ കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ഖനന നടപടിയിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് പിന്മാറണം. ആ പിന്മാറ്റുന്നതിന് വേണ്ടിയുള്ള ശക്തമായ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിരോധം, ആ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ഇന്നത്തെ സമരം. തുടർന്ന് നടക്കാൻ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാട് മാറ്റുന്നില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭണത്തിന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ രംഗത്ത് വരും.